ഇവിടെ ഇതാ കണ്ടോ, ഇവിടെ എല്ലാം ചിത എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ രാത്രി പേടിപ്പിക്കുന്നു. അയ്യോ, തൃശ്ശൂർ ജില്ലയിലെ പാമ്പാടി ഐവർ മഠം നിളാതീരം, നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്താണ് ഈ ശ്മശാനം. ആളും അവരുടെ ബന്ധുക്കളും ഇവിടുത്തെ ചൗണ്ടികളും, അതായത് ശവകർമ്മം ചെയ്യുന്ന ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞു. ഇവിടെ ഈ ശ്മശാനം ഏകമാണ്, മൂകമാണ്. ഇപ്പോൾ രാത്രി ഏതാണ്ട് 12 മണിയോട് അടുത്തിരിക്കുകയാണ്. ഞാൻ ഈ ചിതകൾ നിലയ്ക്കാതെ എരിയുന്ന ഐവർ മഠം ശ്മശാനത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ വൃക്ഷങ്ങളും അതിൽ അടിക്കുന്ന കാറ്റുമല്ലാതെ, ഈ കാറ്റെന്ന് പറഞ്ഞാൽ വല്ലാത്ത പേടിപ്പിക്കുന്ന ഒരു തരം കാറ്റാണ്. ഈ കാറ്റ് ഏറ്റ് ഞാനിങ്ങനെ ഏകനായി ഈ ശ്മശാനത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ ശ്മശാനത്തിൻ്റെ പ്രധാന കവാടം. ഐവർ മഠം ശ്മശാനം. രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഏകനായി ഈ ശ്മശാന ഭൂമിയിൽ എത്തിയിരിക്കുന്നു. പാലമരച്ചോട്ടിലെ ഭദ്രകാളി വിഗ്രഹത്തിന് മുമ്പിൽ കൽവിളക്കുകൾ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ചുടലഭദ്രകാളിയുടെ സങ്കല്പമാണ് എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട്. ഇവിടെ കാറ്റ് വീശി അടിച്ചിട്ടും ഈ കൽവിളക്കുകൾ അണയുന്നില്ല എന്നുള്ളത് ഒരു കൗതുകമായി തോന്നുകയാണ്. ഇതിനേക്കാളും ആളിക്കത്തുകയാണ് എനിക്ക് ചുറ്റും ചിതകൾ. അതും ശൗണ്ടികളുടെ സഹായമില്ലാതെ ആളിക്കത്തുകയാണ്, കത്തി അമരുകയാണ്. ഇവിടെ ഇതാ കണ്ടോ, ഇവിടെ എല്ലാം ചിത എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാം നേരത്തെ എരിഞ്ഞടങ്ങിയ ചിതകളുടെ ബാക്കി കെട്ട് വന്ന് തീർന്നിട്ടില്ല. അതുപോലെ ഈ ചിത അണഞ്ഞിട്ടുണ്ട്. ഇതാ മറ്റൊരാൾക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരു ചിതയാണ്. ഇതും അണയാൻ അവസരം കാത്ത് ഇവിടെ ഈ ചിത അണഞ്ഞിട്ടില്ല. ഈ ചിത അണഞ്ഞിട്ടില്ല. അതുപോലെ ഇവിടെ നിരവധി ചിതകൾ എരിഞ്ഞ് അടങ്ങിയ കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിക്കുകയാണ്. അതുപോലെ എൻ്റെ പിന്നിൽ കറണ്ടും പോയി, ഒന്നും കാണാനും പാങ്ങില്ല, ഒന്നും നിങ്ങളെ കാണിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഞാൻ. എങ്കിലും നമുക്ക് കാണാം. ഈ ചിത ഇവിടെ എരിഞ്ഞ് അടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശ്മശാന ഭൂമിയിലൂടെ ഞാൻ വീണ്ടും ഈ കാണുന്നതെല്ലാം ഈ ശ്മശാന ഭൂമിയിൽ വരണം എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അതായത് ഉലകം വെല്ലാൻ ഉഴലിയ നീയോ വില പിടിയാതൊരു തലയോട ആത്മവിദ്യാലയമേ എന്നും മറക്കാനാവാത്ത ഈ ഹരിചന്ദ്ര എന്ന് പറയുന്ന സിനിമയുടെ ചില ഓർമ്മകൾ ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഇതിപ്പോൾ വ്യക്തമായി കാണാൻ കഴിയുന്നത് ഒരു ഹൈമാക്സ് ലൈറ്റ് ഉള്ളതിൻ്റെ അടുത്തുള്ള
ഈ ചുടല കുഴികളാണ് കനൽ വീണ്ടും കെടാതെ കിടക്കുന്നു. അപ്പോൾ ഈ ശ്മശാന ഭൂമിയിൽ ഞാൻ ഏകനായി ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ആര് എന്ത് വിചാരിച്ചാലും ഈ ശ്മശാനത്തിൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് ഉളവാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ അണയാത്ത ചിതയാണ് ഈ കിടക്കുന്നത്. ഇത് അണയാത്ത ഒരു ചിത. കനൽ നിങ്ങൾക്ക് കാണാം. അതായത് ഞാൻ ഇത് കൂടി കാണിച്ച് ഇവിടുത്തെ ഈ അവ്യക്തത ഉണ്ട്. എന്നിരുന്നാലും ഞാൻ ഈ കഴിയുന്നത് ഈ പ്രകാശത്തിൻ്റെ ഒരു കുറവാണ്. ഞാൻ ഏകനായി ഈ ശ്മശാന ഭൂമിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ ഞാനിങ്ങനെയാണ്. ഇപ്പോൾ ഈ കാറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു കാറ്റാണ്. അതായത് ഈ രാത്രി പേടിപ്പിക്കുന്നു. അയ്യോ ഈ കാറ്റ്, ഈ ശ്മശാനത്തിലുള്ള ഭസ്മമെല്ലാം എൻ്റെ മേലെ കംപ്ലീറ്റും അടിച്ച്, അതായത് ഈ ചിതാഭസ്മം ഇപ്പം എൻ്റെ മേലേക്ക് പതിച്ചു കഴിഞ്ഞു. ഈ കാറ്റ് തറയിൽ പതിച്ചിട്ടുള്ള ഒരു ചുഴലിക്കാറ്റ് പോലെ ഇങ്ങനെ വന്നിട്ട് എൻ്റെ ശരീരമാകെ ഇപ്പോൾ ഈ ശ്മശാന ഭൂമിയിൽ നിന്നുള്ള ചിതാഭസ്മം ഏതാണ്ട് എൻ്റെ ശരീരം മൊത്തം ആലേഖനം ചെയ്യുന്ന വിധത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതായത് ഇതെല്ലാം എൻ്റെ പിന്നിൽ കാണുന്ന എല്ലാം ചിത. അതായത് ഈ പ്രകാശത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് എന്നെ തന്നെ നിങ്ങളിപ്പോൾ എന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. ഈ രാത്രി 1 മണിക്ക് ശേഷം ഈ ഏകനായി ഈ ശ്മശാനത്തിൽ വന്ന് ഈ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുമ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന കനൽ കെട്ടിട്ടില്ല. അങ്ങനെയുള്ള ഈ ശ്മശാനത്തിൽ, വിജനമായ ഈ ശ്മശാനത്തിൽ ഞാൻ ഏകനായി ഈ രാത്രി, ഇവിടെ ഈ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കാക്കയൊക്കെ കരയുന്നുണ്ട്. അവയ്ക്ക് ഇവിടെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈമാക്സ് ലൈറ്റ്, ഇപ്പം എൻ്റെ പിന്നിൽ ഒരു ഹൈമാക്സ് ലൈറ്റ് കാണാം. അവിടെ ഈ പ്രകാശം കൊണ്ട് ഈ കാക്കകളൊക്കെ ഇങ്ങനെ ഈ പകൽ എന്ന് അത് തെറ്റിദ്ധരിച്ച് കരയുന്നുണ്ടാവാം. അപ്പോൾ ഞാൻ ഏകനായി ഈ ശ്മശാന ഭൂമിയിൽ, അതായത് അപ്പോൾ ഇതിൽ ഈ മിനുങ്ങുന്ന ഇതെല്ലാം കനൽ കെടാത്ത ചിത ആണ്. തൃശ്ശൂർ ജില്ലയിലെ പാമ്പാടി ഐവർ മഠം നിളാതീരം, നമ്മളെ ഭാരതപ്പുഴയുടെ തീരത്താണ് ഈ ശ്മശാനം. അതായത് കനൽ കെടുന്നില്ല, ഇവിടെ എരിഞ്ഞടങ്ങുന്നില്ല ശ്മശാനം, എരിഞ്ഞടങ്ങുന്നില്ല ചിത, അഗ്നി നിലയ്ക്കാത്ത ശ്മശാനം. നിരവധിയാണ്, അനവധി ഓരോ ദിവസവും ഇങ്ങനെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ചിതകൾ. അതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ വേറൊരു ചിത. ഇതെല്ലാം കനൽ ഏതാണ്ട് കെട്ട് വരുന്നതേ ഉള്ളൂ. ഈ ശ്മശാന ഭൂമിയിൽ ഞാൻ ഏകനായി നിൽക്കുമ്പോൾ, അതായത് ഇവിടെ ഈ ലൈറ്റിൻ്റെ ഒത്തിരി പ്രശ്നമുള്ളതുകൊണ്ട് കൂടുതൽ എന്നെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്തായാലും എൻ്റെ ചുറ്റുമുള്ള ഒരു കാഴ്ച കാണിക്കാം. ഇതാണ് ഇപ്പം അഭിമുഖമായിട്ട് ഒരു ഹൈമാക്സ് ലൈറ്റിൻ്റെ പ്രകാശം ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നത്. എങ്കിലും എൻ്റെ പിന്നിലും എല്ലാം ഏതാണ്ട് എരിഞ്ഞടങ്ങിയ അവസ്ഥയിലുള്ള ചിതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാണ് ഐവർ മഠത്തിൻ്റെ രാത്രി കാഴ്ചകൾ.
ഐവർ മഠം എന്ന ഈ ശ്മശാന ഭൂമിയെക്കുറിച്ചുള്ള ഐതിഹ്യം മഹാഭാരതത്തിലെത്തി നിൽക്കുമ്പോൾ കൗരവപക്ഷത്തെ കൊന്നൊടുക്കിയ പാണ്ഡവർ തന്നെ കൗരവരുടെ മരണാനന്തര മോക്ഷപ്രാപ്തിക്കായി ഈ പ്രദേശത്തേക്ക് വന്നു എന്നുള്ളതാണ് ഐവർ മഠം എന്ന പേരിൻ ആധാരം. അതിനെക്കുറിച്ച് അടുത്ത ഭാഗത്തിൽ പകൽ വെളിച്ചത്തിൽ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ എൻ്റെ നിഴലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ നിഴൽ അനവധി നിഴലുകൾ പോലെ നിങ്ങൾ കാണുന്നെങ്കിലും നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട. അതിൽ ഒരു ശാസ്ത്രീയ വശമുള്ളത്, ഇവിടെ അനവധി പ്രകാശങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അതനുസരിച്ച് നിഴലുകളുടെ എണ്ണവും കൂടുന്നത് മാത്രമാണ്. എന്തായാലും നമ്മളിപ്പോൾ എരിഞ്ഞടങ്ങിയ ശ്മശാന, അതായത് ഈ ചിത എരിഞ്ഞടങ്ങിയ കാഴ്ചയാണ് നമ്മളിപ്പം കാണുന്നത്. അതുപോലെ എൻ്റെ ഈ ഭാഗത്തും ഉണ്ട്, ഇവിടെയുണ്ട്. പക്ഷേ അത് പ്രകാശത്തിൻ്റെ കുറച്ച് അഭാവം നിമിത്തം കാണാൻ പറ്റില്ല. ഒന്നല്ല, അനവധി ചിത ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം അങ്ങനെ എരിഞ്ഞ് അടങ്ങിയ ചിതയാണ്. അത് ഇന്നത്തെ ഒരു ദിവസം ഇപ്പോഴും ചിത കെടാത്ത കിടക്കുന്ന ഉണ്ട്. അതായത് ഇപ്പോൾ എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിഴലായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ നിഴലായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ പുറകിൽ വശത്തു നിന്ന് ഒരു ഹൈമാക്സ് ലൈറ്റ് ഉള്ളതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഏതാണ്ട് എരിഞ്ഞടങ്ങി വന്ന ഒരു ചിതയാണ്. ഇതെല്ലാം എരിഞ്ഞടങ്ങിയ ചിതയാണ്. ഇതെല്ലാം ഇങ്ങനെ എരിഞ്ഞ് അടങ്ങിക്കൊണ്ടിരിക്കുന്ന ചിതയാണ്. ഞാനും എൻ്റെ ക്യാമറയും മാത്രം നിങ്ങളെ ഈ കാഴ്ചകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഞാൻ ഒരു നിഴലായി ഈ ശ്മശാനത്തിലൂടെ നടക്കുന്നത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ എൻ്റെ നിഴലാണ് നിങ്ങളിപ്പം കാണുന്നത്. അത് ഒരു നിഴലല്ല, വേറെ എന്തോ ഒക്കെ നിങ്ങൾക്ക് തോന്നും. ഒരു പ്രശ്നവുമില്ല, നിഴൽ തന്നെ. എൻ്റെ ക്യാമറ പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ശ്മശാനം എരിഞ്ഞടങ്ങിയ ചിതയും നിങ്ങൾക്ക് കാണാം. കൂടുതൽ കാഴ്ചകൾ ഞാൻ രാവിലെ വ്യക്തമായി കാണിക്കുന്നതാണ്. ഇവിടെ ഒരു കനൽ ഇനിയും കിടാനുണ്ട്. നാളെ നേരം വെളുക്കും നിങ്ങളെ ഞാൻ അടുത്ത കാഴ്ചകൾ കാണിക്കും. എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഈ പാതിരാത്രിക്കും ഈ ശ്മശാനത്തിൽ ഒറ്റയ്ക്ക് വന്ന് ഇത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ദയാനന്ദൻ ഫോട്ടോ മീഡിയ ഒരിക്കൽ കൂടി പറയുന്നു, രാവിലെ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കും. ഇപ്പോൾ ഞാൻ ഈ ശ്മശാനത്തിൽ തന്നെ സ്റ്റേ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. ഇവിടെ ആരുമില്ല. പക്ഷേ ഈ ശവങ്ങൾ എല്ലാം കൊണ്ടുവന്ന് കർമ്മം ചെയ്യുന്ന ഒരു ചെറിയ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കാം. അവിടെ വേണമെങ്കിൽ കിടക്കാം. എന്തായാലും ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ. അപ്പോൾ നേരം വെളുക്കോളം ശുഭരാത്രി. ദയാനന്ദൻ ഫോട്ടോ മീഡിയ.